ഹായ് ഓൾ, എല്ലാവർക്കും PSC മെന്ററിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് ഇനി എല്ലാ ആഴ്ചകളിലും നമുക്ക് PSC ബുള്ളറ്റിന്റെ ഒരു സീരീസ് തുടങ്ങാം. നമ്മളിപ്പോ തുടങ്ങുന്നത് ജനുവരി മാസം മുതൽ 2025 ജനുവരി മാസം ഇറങ്ങിയ PSC ബുള്ളറ്റിൻ മുതലാണ് തുടങ്ങുന്നത്. എല്ലാ ആഴ്ചകളിലും, അതായത് എല്ലാ ബുധനാഴ്ചകളിലുമായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് PSC ബുള്ളറ്റിന്റെ വീഡിയോ വരുന്നത്. അത് ഓരോ ആഴ്ച ഓരോ മാസത്തത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട PSC ബുള്ളറ്റിനകത്ത് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പറയുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടത്, അതിനകത്ത് വരുന്ന GK ഭാഗം കറണ്ട് അഫയേഴ്സ് നിർബന്ധമായിട്ടും എല്ലാ PSC ബുള്ളറ്റിൻ വരുമ്പോഴും നിങ്ങൾ നോക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതില് ജനുവരി 1-ാം തീയതി ഇറങ്ങിയതാണ് ഒരു പ്രത്യേകതയുണ്ട്. കാരണം അത് 2 സപ്ലിമെന്റ് ഒരുമിച്ചിട്ടാണ് ഇറങ്ങിയത്. കാരണം ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു. അത്യാവശ്യം ഏകദേശം 32+24 പേജുള്ള ഒരു വലിയ ഒരു മെഗാ PSC ബുള്ളറ്റിൻ ആയിരുന്നു ജനുവരി മാസം 1-ാം തീയതി ഇറക്കിയത്. അതാണ് ഇന്ന് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഓരോ ആഴ്ചകളിൽ ഓരോ ഫാക്കൽറ്റീസ് ഉണ്ടാവും. ഒരു മാസത്തിൽ 2 PSC ബുള്ളറ്റിനാണ് ഇറങ്ങുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഇതുപോലെ ഓരോ ആഴ്ചയിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ഓരോ ലക്കമായിട്ട് നമ്മൾ കവർ ചെയ്ത് പോകും. ഓക്കെ, ഇത് നമ്മൾ ജനുവരി മാസം 1-ാം തീയതി 2025 ഇറങ്ങിയതാണ്. വോളിയം 36. ആനുകാലികം പ്രധാനമായും അതാണ് നിങ്ങൾ അറിയേണ്ടത്. കറണ്ട് അഫയേഴ്സ് 2024 ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെ ബേസ് ചെയ്തിട്ട് ആനുകാലിക പേജ് അതിനകത്തുണ്ടായിരുന്നു. കണ്ടവർക്ക് അറിയായിരിക്കും. അതിലെ ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് ഏതിനെയാണ് എന്ന് ചോദിച്ചാൽ കുമരകവും ബേപ്പൂറുമാണ്. അത് കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി ദർശൻ 2.0 ആ പേര് മറന്നു പോകുന്നത്. സ്വദേശി ദർശൻ 2.0യിലേക്ക് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് എവിടെയൊക്കെയാണ്? കുമരകവും ബേപ്പൂറും. സ്വാഭാവികം ടൂറിസവുമായി ബന്ധപ്പെട്ട 2 സ്ഥലങ്ങളായിരിക്കും തിരഞ്ഞെടുക്കുന്നത്, ബേപ്പൂറും കുമരകവും. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലെ പെഞ്ച് ടൈഗർ റിസർവ്. നമ്മുടെ റംസാർ സൈറ്റുകളും അങ്ങനെയുള്ള ടൈഗർ റിസർവുകളൊക്കെ പഠിപ്പിച്ചിരുന്ന ഈ വീഡിയോ നമുക്ക് മുമ്പ് ഉണ്ടായിരുന്നു. അവിടെ പെഞ്ച് ടൈഗർ റിസർവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പെഞ്ച് ടൈഗർ റിസർവ് ആണ് ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത് 2024 ഇന്ത്യയിൽ സംഭവിച്ച പല കാര്യങ്ങളും, പുതിയ നിയമനങ്ങൾ, പുതുതായി ചേർക്കപ്പെട്ട സ്ഥലങ്ങൾ, ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ മുഴുവനായ വീഡിയോ കാണുക, ഇട്ടിട്ട് പകുതിയായിട്ട് പോകരുത്. അടുത്തത്, രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി മറുനാട്ടിലേക്ക് കടക്കുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി നഫീസ് ആണ്. അപ്പൊ നഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് എവിടെയെങ്കിലും വെച്ചൊരു കുറ്റകൃത്യം ചെയ്യുന്നു, എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നു, മറ്റേതെങ്കിലും രാജ്യത്ത് പോവുകയോ അതായത് മറുനാട്ടിലേക്ക് കടക്കുന്നവരെ കണ്ടെത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. നഫീസ് എന്ന് തന്നിട്ട് ബ്രാക്കറ്റിനകത്ത് ചിലപ്പം ഫുൾ ഫോം മാറ്റിയായിരിക്കും തന്നിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കണേ, നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ആണ് നഫീസിന്റെ ഫുൾ ഫോം. അപ്പൊ നഫീസ് ആണ് എന്ത്, ഇന്ത്യയിൽ എവിടെ വെച്ചെങ്കിലും കുറ്റകൃത്യം നടത്തി മറുനാട്ടിലേക്ക് കടക്കുന്നവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന പദ്ധതി. കൊണ്ടുവന്നവരാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന സംവിധാനമാണ്. ദേശീയ അന്വേഷണ ഏജൻസിയായ NIAയുടെ പുതിയ ഡയറക്ടർ ജനറൽ, പുതിയ നിയമനമാണ്, പുതിയ ഡയറക്ടർ ജനറൽ. ദേശീയ അന്വേഷണ ഏജൻസിയായ NIAയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ സദാനന്ദ് വസന്ത് ദാത്തെയാണ് ദേശീയ അന്വേഷണ ഏജൻസിയാകുന്ന INIയുടെ പുതിയ ഡയറക്ടർ ജനറൽ. അടുത്ത ഒരു പുതിയ നിയമനവും കൂടിയുണ്ട്. 16-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയ. എന്റെ തന്നെ ടെലഗ്രാം ക്ലാസ്സിനകത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞാണ്, പുതിയ അപ്പോയിന്റ്മെന്റ്സ് പറഞ്ഞപ്പോൾ അരവിന്ദ് പനഗരിയെ കുറിച്ച് പറഞ്ഞതാണ്. 16-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. 2023 സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂററ്റും ഇൻഡോറുമാണ്. സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരം എന്ന് പറയുന്നത് വൃത്തിയുടെ കാര്യം, അതായത് മാലിന്യമുക്തമായിട്ട് വൃത്തിയോടുകൂടി സൂക്ഷിക്കുന്ന നഗരങ്ങളെ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ ആ നഗരങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പുരസ്കാരമാണ് സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരം എന്ന് പറയുന്നത്. ഇത് 2023 കിട്ടിയത് സൂററ്റിനും ഇൻഡോറിനുമാണ്. സൂററ്റ് ആൻഡ് ഇൻഡോറുമാണ്. ഓക്കെ അല്ലേ? റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിച്ച ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥ ശ്വേത കെ സുഗതൻ. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിച്ച ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥ ശ്വേത കെ സുഗതൻ. ഇന്ത്യയിലെ ആദ്യ AI നഗരം നിലവിൽ വരുന്നത് ലക്നൗ ആണ്. അപ്പൊ അതും കൂടെ ഓർത്തോണ്ടേ. ഈ 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം നിർബന്ധമായി അറിഞ്ഞിരിക്കണം, സുപ്രീം കോടതി 1950 നിലവിൽ വരുന്നത്.
1950 നിലവിൽ വരുന്ന വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനമാണ് എന്ത്? സുപ്രീം കോടതി എന്ന് പറയുന്നത്. വജ്ര ജൂബിലി അറിയാമല്ലോ, എത്രയാണ്? 75 വർഷം എന്ന് പറയും. കരസേനയിലെ ആദ്യ വനിത സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത് പ്രീതി രചകാണ്. സാധാരണ ഇത് പുരുഷന്മാർക്കാണ് കിട്ടുന്നത്, എന്നാൽ ആദ്യമായിട്ട് ഒരു സ്ത്രീക്ക് കിട്ടിയിട്ടുണ്ട്, വനിതയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ആരാണ്? പ്രീതി രചക്. ബഹിരാകാശ യാത്രികർക്കായുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വന്നത് നവി മുംബൈയാണ്. നവി മുംബൈയിലാണ് ബഹിരാകാശ യാത്രികർക്കായുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം. 2024 അവിടെ ഓർത്തോണം, 2024 ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചത് ആർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ PV നരസിംഹറാവു, നമ്മുടെ പഴയ പ്രധാനമന്ത്രിയായിരുന്നു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ, കർപ്പൂരി താക്കൂർ. ഇത്രയും പേർക്കാണ് 2024 ഭാരതരത്ന പുരസ്കാരം ലഭിക്കുന്നത്. ഓക്കെ അല്ലെ? അതായത് മരണാനന്തര ബഹുമതിയായിട്ട് കിട്ടുന്നത് ഇത്രയും പേർക്കാണ്. അടുത്ത 2024 കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹൈതിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുവാനുള്ള രക്ഷാ ദൗത്യം ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഈ പറയുന്ന കാര്യങ്ങൾ, രക്ഷാദൗത്യങ്ങൾ, നമ്മൾ കോവിഡ് വന്ന സമയത്ത് കോവിഡുമായി ബന്ധപ്പെട്ട് മറ്റു രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് നടത്തിയ കേന്ദ്ര സർക്കാരിന്റെ ദൗത്യം എന്താണ് എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അതുപോലെ ഇത് 2024 കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹൈതിയിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിച്ച രക്ഷാദൗത്യമാണ്. അടുത്ത പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിത ആനപ്പാപ്പ ആസാം സ്വദേശിനിയാണ്, പാർവതി ബർവയാണ്. പാർവതി ബർവ. പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ പാപ്പനാണ് ആര്? പാർവതി ബർവ. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി എവിടെ വെച്ചായിരുന്നു എന്ന് വെച്ചാൽ പൊക്രാനിൽ വെച്ചാണ്, രാജസ്ഥാനിലെ പൊക്രാനിൽ വെച്ചാണ്. ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കം ഓപ്പറേഷൻ സർവശക്തി. മസ്റ്റായിട്ട് നിങ്ങൾ എല്ലാ കറണ്ട് അഫയേഴ്സും അപ്ഡേറ്റഡ് ആയിരിക്കണം, പത്രങ്ങൾ വായിക്കണം, PSC ബുള്ളറ്റിൻ വായിക്കണം. അതുപോലെ തന്നെ GK ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള സപ്ലിമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുകയാണെങ്കിൽ വായിക്കുക. പിന്നെ ഞങ്ങളുടെ തന്നെ കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോസ് ഇഷ്ടംപോലെ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇനി അതുമല്ല, ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. പെട്ടെന്ന് മെയിൻസിന്റെയും അതുപോലെ തന്നെ ഫോഴ്സിന്റെ ഒക്കെ ക്ലാസ് നടക്കുന്നുണ്ട്. ഫോഴ്സിനൊക്കെ ഇനിയുണ്ട് നമുക്ക് പഠിച്ചെടുക്കാം. ജൂണിലെ എക്സാം കലണ്ടർ വന്നപ്പോഴും ഫോഴ്സ് മീൻസ് CPയുടെ പരീക്ഷ വന്നിട്ടില്ല, അപ്പോൾ സ്വാഭാവികമായിട്ടും പഠിക്കാൻ സമയമുണ്ട്. ഇനിയും ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. റെക്കോർഡ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജോയിൻ ചെയ്ത് പഠിക്കാം. ഇന്ത്യൻ കരസേനയും വ്യോമസേനയുമായി നടത്തുന്ന സൈനിക അഭ്യാസം ഡബിൾ സ്ട്രൈക്ക് എന്നാണ് പേര്. മറന്നു പോരുതേ. കരസേനയും വ്യോമസേനയും നടത്തുന്ന സൈനിക അഭ്യാസത്തെ പറയുന്നതാണ് ഡബിൾ സ്ട്രൈക്ക്. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം 75 രൂപയുടെ നാണയം. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ. 75 രൂപയുടെ നാണയം പുറത്തിറക്കിയിട്ടുണ്ട് 2024 റിപ്പബ്ലിക് ദിനം. അപ്പൊ നിങ്ങൾക്ക് 2-3 ചോദ്യം ഇതിനകത്ത് ആലോചിക്കണം. ഇതൊരു ചോദ്യമായിട്ട് വരാം. അതുപോലെ തന്നെ ഇന്ത്യ പുറത്തിറക്കിയ 75 രൂപ നാണയം എന്തുമായി അല്ലെങ്കിൽ ഏത് ദിവസത്തിലാണ് അല്ലെങ്കിൽ പുറത്തിറക്കിയതെന്ന് ചോദിക്കും. അത് റിപ്പബ്ലിക് ദിനാഘോഷം ഏതിനാണ്? 2024 റിപ്പബ്ലിക് ദിനാഘോഷമായി. തുടർച്ചയായ 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് നിർമ്മല സീതാരാമൻ. തുടർച്ചയായി 6 കേന്ദ്ര, അപ്പം ആദ്യത്തെ ആരാണെന്ന് കമന്റ് ചെയ്യണേ. തുടർച്ചയായി 6 കേന്ദ്ര ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് നിർമ്മല സീതാരാമനാണ്. ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ രചയിതാവ് ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസ്. ഇദ്ദേഹത്തെ കുറിച്ച് പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന് പറയുന്ന ചെറുകഥ. CV ആനന്ദ ബോസ് ആരാണെന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. മലയാളിയാണ് അദ്ദേഹം. ബംഗാളിലെ ഗവർണറാണ് അദ്ദേഹം. വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ പവൻ ദവലൂരി. പവൻ ദവലൂരിയാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ തലവനായിട്ട് മേധാവിയായിട്ട് ഇപ്പൊ നിയമിതനായ. അപരിചിതരായ സ്ത്രീകളെ മദ്യപിച്ചോ അല്ലാതെയോ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് ലൈംഗിക അതിക്രമമായി കണക്കാക്കാമെന്ന് വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി, കൽക്കട്ട ഹൈക്കോടതി. അങ്ങനെ ഡാർലിംഗ് എന്നൊന്നും ചെന്ന് വിളിക്കരുത്, സ്വാഭാവികമായിട്ടും അത് ശിക്ഷാർഹമാണ്, അല്ലെങ്കിൽ ലൈംഗിക അതിക്രമമായി കണക്കാക്കാമെന്ന് കൽക്കട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേര് ശിവശക്തി പോയിന്റ്. ഇപ്പോഴും വാർത്തകളിൽ കേട്ട കാര്യമാണ്. ചന്ദ്രയാൻ 3 ഇറങ്ങിയ സ്ഥലം ശിവശക്തി പോയിന്റ്. കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് യൂണിവേഴ്സിറ്റി നൽകുന്ന ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നേടിയത് ബിൽ ഗേറ്റ്സിനായിരുന്നു. 90 ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. വാർത്ത നമ്മൾ കണ്ടതാണ്. 90 ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ചിരുന്നു.
2022 നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. മക്കളെ നിർബന്ധമായി ഓർത്തു വെക്കണം. ഇന്ത്യൻ ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ചോദ്യമാണ്. 2022 നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ആണെങ്കിൽ ഭൂട്ടാന്റെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് ദ ഡി ഗിനിപ്പിന് അർഹനായത് ആരാണെന്നാണ് ചോദ്യം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ്. മുമ്പ് മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അവരാരും ഭരണത്തിലിരുന്ന സമയത്തല്ല, പിന്നീടാണ്. ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ ബെഗുസരായ്, ബീഹാർ. സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹമായ 2005X296 ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരിൽ അറിയപ്പെടുന്നു? പ്രൊഫസർ ജയന്ത് മൂർത്തി. പ്രൊഫസർ ജയന്ത് മൂർത്തി. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ASR നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാം യുവിക ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് കേട്ടോ, ഓർത്തോണേ. ഇന്ത്യയിൽ ആദ്യമായി സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് റോബോട്ടിനെ വികസിപ്പിച്ചത് IIT മദ്രാസ് ആണ്. പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ 1032. ഇന്ത്യൻ നാവികസേനയ്ക്ക് നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരം നൗസേന ഭവൻ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. അടുത്ത, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനം പുഷ്പക്. 2024 വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റ് എന്ന് വെച്ചാൽ അത് അഗ്നിബാണാണ്. അഗ്നികുൾ കോസ്മോസ് ആണ് അത് നിർമ്മിക്കുന്നത്. 2024 ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റ് അഗ്നിബാൺ വിക്ഷേപിക്കുന്നതിന് ശ്രീഹരിക്കോട്ടയിലെ അഗ്നികുൾ കോസ്മോസ് നിർമ്മിച്ച ചലിപ്പിക്കാവുന്ന വിക്ഷേപണ തറയുടെ പേര് ധനുഷ്. ചലിപ്പിക്കാവുന്ന വിക്ഷേപണ തറ. ഒരു തറ മീൻസ് നമുക്കറിയാം, ഒരു എന്താ പറയുന്ന റോക്കറ്റ് പോലുള്ള കാര്യങ്ങൾ വിക്ഷേപണം നടത്തുന്നതിനൊരു കൃത്യമായ ഒരു സ്പേസ് ഉണ്ടാവും. എന്നാൽ ഇത് ചലിപ്പിക്കാൻ പറ്റുന്ന വിക്ഷേപണ തറയാണ്, അതിന്റെ പേരാണ് ധനുഷ്. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച IMRV സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മിസൈല് അഗ്നി 5 ആണ്. അഗ്നി 5 ആണ് മിസൈൽ പരീക്ഷണത്തിന് നൽകിയ പേര്. അപ്പം മിസൈലിന്റെ പേര് അഗ്നി 5 ആണെങ്കിൽ ആ പരീക്ഷണത്തിന് ഒരു പേരുണ്ട്, മിഷൻ ദിവ്യാസ്ത്ര. മിഷൻ ദിവ്യാസ്ത്ര എന്നാണ് അതിന്റെ പേര്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട വരി തുരങ്കപാത സേല ടണൽ അരുണാചൽ പ്രദേശിലെ തവാങ്കിനെയും അസമിലെ തേസ്പൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അപ്പൊ ഏറ്റവും നീളം കൂടിയ ഇരട്ട വരി തുരങ്കപാത. 2024 മാർച്ചിൽ നിലവിൽ വന്ന അരുണാചൽ പ്രദേശിലെ 27ാമത്തെ ജില്ല ബിച്ചോം. അരുണാചൽ പ്രദേശിലെ 27ാമത്തെ ജില്ല ബിച്ചോം. ഇതൊക്കെ ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ഇന്ത്യയിലെ ആദ്യത്തെ 8 വരി എലിവേറ്റഡ് ഹൈവേ എന്ന് വെച്ചാൽ ദ്വാരക എക്സ്പ്രസ് ഹൈവേ. എവിടെയൊക്കെ തമ്മിൽ? ഡൽഹിയെയും ഗുരുഗ്രാമിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ്. എലിവേറ്റഡ് ഹൈവേ ആണ്, 8 വരി എലിവേറ്റഡ് ഹൈവേ. ഇന്ത്യയിലെ ആദ്യത്തേതാണ് ദ്വാരക എക്സ്പ്രസ് ഹൈവേ. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. പട്ടികജാതി കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിർബന്ധമായി ഓർത്തു വെക്കുക. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, പുതിയ ആൾക്കാരെ കുറിച്ചിട്ടുള്ള എല്ലാം അപ്ഡേറ്റഡ് ആയിരിക്കണം. പൊക്രാനിൽ നടന്ന ഇന്ത്യൻ കര വ്യോമ നാവികസേന സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര് ഭാരത് ശക്തി. രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വന്നത് സാമ്പൽപൂർ, ഒഡീഷയിലാണത്. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ ഇന്ത്യ സ്ഥാപിച്ച പുതിയ നാവിക താവളം INS ജഡായു ആണ്. മിനിക്കോയിൽ ഇന്ത്യ സ്ഥാപിച്ച പുതിയ നാവിക താവളത്തിന്റെ പേരെന്താണ്? INS ജഡായു. അടുത്തിടെ അന്തരിച്ച ഏറ്റവും പ്രായം കൂടിയ MP ഷഫീഖുർ റഹ്മാൻ. ഷഫീഖുർ റഹ്മാനാണ് ഏറ്റവും കൂടുതൽ പ്രായം കൂടിയ MP എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയുടെ ChatGPTയുടെ നിർമ്മാതാവുമായി OpenAIയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരി പ്രഗ്യ മിശ്ര. അറിയാം, നമുക്ക് എല്ലാവർക്കും ChatGPT അറിയാം. ഇതിന്റെ അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയും ChatGPTയുടെ നിർമ്മാതാവുമായ OpenAIയുടെ ആണ് ChatGPT എന്ന് പറയുന്നത്. ഇതിൽ ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരി എന്ന് പറയുന്നത് പ്രഗ്യ മിശ്രയാണ്, ഓർത്തോണ്ടേ. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി നിയമിതയായത് നൈമ ഖാത്തൂൺ. ദേശീയ വിദ്യാഭ്യാസ നയം, ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് എന്നിവ അടിസ്ഥാനമാക്കി അങ്കണവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതി ആദർശശില. അടുത്ത ചോദ്യം, ലോക്പാലിന്റെ നിലവിലെ അധ്യക്ഷനാണ് ജസ്റ്റിസ് AM ഖാൻവിൽക്കർ ആണ്. ഖാൻവിൽക്കർ. ഇതിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്.
ഫോൺ വിളികളും സന്ദേശങ്ങളും മറ്റ് സൈബർ തട്ടിപ്പുകളും തടയാനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് ചക്ഷു പോർട്ടൽ. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടി കൊണ്ടുവന്നതാണ്. ഇളയരാജയുടെ ജീവിതകഥ പറയുന്നത് ദ കിങ് ഓഫ് മ്യൂസിക് എന്ന ചിത്രത്തിൽ നായകനാകുന്ന നടൻ ധനുഷാണ്. 4 Stars of Destiny എന്ന പുസ്തകം എഴുതിയ മുൻ കരസേനാ മേധാവി എം നരവാനെ 2024 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി. എല്ലാ വർഷത്തെയും റിപ്പബ്ലിക് ദിനം പഠിക്കുമ്പോൾ അതിനോടൊപ്പം ആ വർഷത്തെ റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുത്ത മുഖ്യാതിഥി ആരെന്ന് പഠിക്കണം. ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയണം. അപ്പോൾ 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വിശിഷ്ട അതിഥി ആരെന്ന് വെച്ചാൽ ഇമ്മാനുവൽ മാക്രോൺ ആണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ആണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇപ്പോൾ മാത്രമല്ല, ഇതിനു മുമ്പും ഫ്രഞ്ച് പ്രസിഡന്റുമാർ നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ട്. അതിലൊരാളാണ് ഇമ്മാനുവൽ മാക്രോൺ. അത് 2024 വന്നത്. തമിഴ് നടൻ വിജയ് രൂപീകരിച്ച തമിഴക വെട്രി കഴകം. ഇപ്പോ റീസെന്റ് തമിഴ്നാട്ടിൽ ചർച്ചകളൊക്കെ നടക്കുന്നു. അല്ലെങ്കിൽ അടുത്തൊരു മന്ത്രിസഭ വരുമ്പോൾ എന്തായിരിക്കണം, അല്ലെങ്കിൽ തമിഴക വെട്രി കഴകത്തിന്റെ സ്ഥാനം എന്തായിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ നേതാവായ വിജയുടെ സ്ഥാനം എന്തായിരിക്കണം എന്നുള്ള ചർച്ചയൊക്കെ അവിടെ നടക്കുന്ന ഒരു സമയമാണ്. സ്വാഭാവികമായിട്ട് അതുകൊണ്ട് അറിഞ്ഞിരിക്കണം. തമിഴ് നടൻ വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് തമിഴക വെട്രി കഴകം. ഇന്ത്യൻ നാവികസേനയുടെ കിഴക്കൻ തീരപ്രദേശത്ത് നടത്തിയ നാവികാഭ്യാസം പൂർവി ലഹാറാണ്. ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് HDFC ബാങ്ക്. കവരത്തി ദ്വീപിലാണ് HDFC ബാങ്ക്. ആദ്യമായിട്ട് സ്വകാര്യ ബാങ്ക് HDFC ആണ് വരുന്നത്. IMF റിപ്പോർട്ടുകൾ പ്രകാരം 2025 ലോകത്തെ ഏറ്റവും സാമ്പത്തിക ശക്തിയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 4ആണ്. 2024 ഏപ്രിൽ അന്തരിച്ച ഇന്ത്യൻ സൈക്കോ അനാലിസിസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനും എഴുത്തുകാരനുമായ വ്യക്തി സുധീർ കക്കർ. ഫേമസ് ആണ് അദ്ദേഹം. പല വാർത്തകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം 2024 ഏപ്രിൽ അന്തരിച്ചതാണ്. അദ്ദേഹം ഒരു സൈക്കോ അനാലിസിസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന മനഃശാസ്ത്ര വിദഗ്ധനാണ് അദ്ദേഹം. കപ്പലുകൾക്ക് കടന്നു പോകാൻ ഒരു ഭാഗം ലംബമായി വരുന്ന കടലിന് മേലിൽ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം ന്യൂ പാമ്പൻ പാലം. അതായത് നമുക്കറിയാം, രാമേശ്വരത്തെ ബന്ധിപ്പിക്കുന്ന, രാമേശ്വരം എന്ന് പറയുന്നത് ദ്വീപ് പോലത്തെ ഒരു സ്ഥലമാണ്. അവിടെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് പാമ്പൻ പാലം. ഇപ്പൊ കപ്പല് പാലത്തിനടിയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഈ ഭാഗം വേർതിരിഞ്ഞ് എന്ത് ചെയ്യും? സ്ട്രൈറ്റ് ആവും. അതായത് ട്രെയിൻ പോകുന്ന റെയിൽവേ ട്രാക്ക് എന്ത് ചെയ്യും? മടങ്ങി ലംബമായിട്ട് നിൽക്കും. കപ്പൽ പോയതിനു ശേഷം വീണ്ടും അത് പഴയ രീതിയിലേക്ക് വരുന്ന ഒരു രീതിയാണ് വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം. ഈ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം ആദ്യമായി കൊണ്ടുവരുന്ന എവിടെയാണ്? ന്യൂ പാമ്പൻ പാലമാണ്. അതായത് രാമേശ്വരത്തേക്ക് പോകുന്ന പാതയാണ്. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഫാലിയസ് നരിമാൻ അന്തരിച്ചത് 2024 ഫെബ്രുവരി 21. അദ്ദേഹത്തിന്റെ ആത്മകഥ ചിലപ്പോൾ ആലോചിച്ച് വെക്കേണ്ടി വരും, ഓർത്തു വെക്കേണ്ടി വരും. ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് അദ്ദേഹത്തിന്റെ ആത്മകഥ. ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്പ് സാക്ഷം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് വിജിലന്റ് ആയിരിക്കുക എന്ന് ഉദ്ദേശിക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം നടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? അധികൃതരെ അറിയിക്കുന്നതിന് വേണ്ടി ഒരു ആപ്പാണ്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം തെരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്ന പ്രായം 85 വയസ്സാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ അറിയിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പാണ് വോട്ടർ ടേൺ ഔട്ട് ആപ്പ് എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പോളിംഗ് ശതമാനം കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ആപ്പായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ആക്റ്റീവാക്കി. വോട്ടർ ബോധവൽക്കരണത്തിനും ഇന്ത്യയിൽ വോട്ടർ സാക്ഷരത പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബോധവൽക്കരണ പരിപാടിയാണ് സ്വീപ്. SVEEP ആണ്. സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ച് അറിയാൻ സഹായിക്കുന്നതിന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ. മാറിപ്പോകരുത്, ഇത് KYC ആപ്പ്. എന്താണ്? നോ യുവർ കാൻഡിഡേറ്റ്. മറ്റേ KYC അല്ല, ഇത് KYC എന്നാണ് ഈ ആപ്പിന്റെ പേര്. നോ യുവർ കാൻഡിഡേറ്റ്, അതായത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ആപ്പാണ്. മറ്റത് അങ്ങനെയല്ല. പോളിംഗ് ശതമാനം അറിയാനുള്ളത് ഏതായിരുന്നു? വോട്ടർ ടേൺ ഔട്ട് ആപ്പ്. തമ്മിൽ മാറിപ്പോരുത് കേട്ടോ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പശ്ചിമ ബംഗാളിൽ CPM അവതരിപ്പിച്ച AI അവതാരക സമതയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ അനുമതികൾ ലഭ്യമാക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ പോർട്ടൽ സുവിധ പോർട്ടൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ എൻകോർ. ഉറപ്പായിട്ടും തിരിഞ്ഞു പോകേണ്ട, ഒന്ന് ഓർത്തു വെച്ച് പഠിച്ചു പോകണം കേട്ടോ. സുവിധ പോർട്ടൽ എന്താണ്? രാഷ്ട്രീയ പാർട്ടികൾക്ക് വിവിധ അനുമതികൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പല്ല, ഒരു പോർട്ടലാണ് എന്ത്? സുവിധ പോർട്ടൽ എന്ന് പറയുന്നത്. എന്നാൽ എൻകോർ എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ ആണ്. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ.
ഇസഡ് കാറ്റഗറി സുരക്ഷയ്ക്ക് കീഴിൽ വന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇദ്ദേഹമാണ്. ഇസഡ് കാറ്റഗറി നമുക്കറിയാം, പ്രധാനമന്ത്രി പോലുള്ള ചില വ്യക്തികൾക്ക് ഇന്ത്യയിൽ കൊടുക്കുന്ന ഒരു സുരക്ഷാ സംവിധാനമാണ് ഇസഡ് കാറ്റഗറി. ആ ഒരു കാറ്റഗറിയിലേക്ക് വന്ന, അല്ലെങ്കിൽ അതിന് കീഴിൽ വന്ന ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നാഷണൽ PWD ഐക്കണായി തെരഞ്ഞെടുത്ത പാരാ അമ്പെയ്ത്ത് താരം ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ശീതൾ ദേവിയാണ്. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരി ഗോപി ചന്ദ് തോട്ടക്കുറ ബ്ലൂ ഒറിജിനിന്റെ ന്യൂ ഷെപ്പേർഡ് ബഹിരാകാശ പേടകത്തിൽ യാത്ര പൂർത്തിയാക്കിയത്. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ യാത്ര നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ പൗരനും അദ്ദേഹമാണ്. കേട്ടോ, ഓർത്തോണേ. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരിയാണ്. ബഹിരാകാശ യാത്രികൻ നമുക്കറിയാം രാകേഷ് ശർമ്മയാണ്. എന്നാൽ ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരിയാണ് ഗോപിചന്ദ് തോട്ടക്കുറ. അദ്ദേഹത്തിന് പ്രത്യേകത ഉള്ളത് രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ യാത്ര നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ പൗരനാണ്. 2024 ഏപ്രിൽ നടന്ന ഇന്ത്യ, മാലിദ്വീപ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുടെ സംയുക്ത നാവികാഭ്യാസം ദോസ്തി 16. ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു? ഇന്ത്യ, മാലിദ്വീപ്, ശ്രീലങ്ക. ഇന്ത്യൻ നാവികസേനയുടെ 26ാമത് മേധാവി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാ? ഇന്ത്യയാണ്. ലോകത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വിമാനത്താവളം ഡൽഹി വിമാനത്താവളമാണ്. അതിന്റെ മുഴുവൻ പേര് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ്, ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇനി സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ബ്രഹ്മോസ് ഫിലിപ്പീൻസിൽ നിന്ന് വാങ്ങിച്ചതാണ്. സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസഡർ സഞ്ജന സംഘി. ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയായ സിയാച്ചിൻ പിടിച്ചെടുക്കാൻ ഇന്ത്യ 1980 നടത്തിയ ഏത് സൈനിക നടപടിയാണ് 2024 40 വയസ്സ് പിന്നിടുന്നത്? ഓപ്പറേഷൻ മേഘദൂത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, 2024 ഏത് കാര്യമാണ് 40 വയസ്സ് പിന്നിടുന്നത്? എന്താണ്? സിയാച്ചിൻ യുദ്ധഭൂമി പിടിച്ചെടുക്കാൻ ഇന്ത്യ നടത്തിയ പോരാട്ടമാണ്, സൈനിക നടപടിയാണ് ഓപ്പറേഷൻ മേഘദൂത്. ടൈം മാഗസിന്റെ 2024 ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരം സാക്ഷി മാലിക്. ടൈം മാഗസിന്റെ തന്നെ 2024 ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ബോളിവുഡ് നടിയാണ് ആലിയ ഭട്ട്. അപ്പം ഗുസ്തി താരം സാക്ഷി മാലിക്കും ഇന്ത്യൻ ബോളിവുഡ് താരം ആലിയ ഭട്ടുമാണ്. തീരദേശ സുരക്ഷാ സംവിധാനത്തിന്റെ ഫലപ്രാപ്തി വിലയിരുത്തുന്നതിനായി സാഗർ കവച് 1/2024 സമുദ്ര സുരക്ഷാ അഭ്യാസം നടത്തുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ലക്ഷദ്വീപിലാണ്. ഇന്ദിരാഗാന്ധിക്ക് ശേഷം ന്യൂസ് വീക്ക് മാസികയുടെ കവർ പേജിൽ ഇടം നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. രാജ്യത്തെ കർഷകർക്ക് അവരുടെ വയലുകളിൽ സോളാർ പമ്പുകൾ സ്ഥാപിക്കുന്നതിന് 90% സബ്സിഡി നൽകുന്ന പദ്ധതിയാണ് PM കുസും യോജന. PM കുസും യോജനയാണ് കർഷകരുടെ വയലുകളിൽ അല്ലെങ്കിൽ ജലലഭ്യതയ്ക്ക് വേണ്ടിയിട്ട് എന്ത് വെക്കാം? സോളാർ പമ്പുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് 90% വരെ സബ്സിഡി നൽകുന്ന പദ്ധതി. ഉറങ്ങാനുള്ള അവകാശം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണെന്നും അത് ലംഘിക്കാനാവില്ലെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി, ബോംബെ ഹൈക്കോടതി. ഇന്ത്യയിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ടെർമിനൽ എൻട്രിയും സെക്യൂരിറ്റി ക്ലിയറൻസും തടസ്സരഹിതവും കടലാസരഹിതവുമാക്കാൻ ഏർപ്പെടുത്തിയ മുഖം തിരിച്ചറിയൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള സംവിധാനം ഡിജി യാത്ര. നമുക്കറിയാം, ഒരു വിദേശയാത്ര നടക്കുന്ന സമയങ്ങളിൽ അന്താരാഷ്ട്ര ടെർമിനലിന്റെ എൻട്രിയിലും സെക്യൂരിറ്റി ക്ലിയറൻസും ഒക്കെ ഒരുപാട് കടമ്പകളാണ് നടന്നത്. ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കടലാസ് രഹിതമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് മുഖം തിരിച്ചറിയൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പരിപാടി. നമ്മുടെ ആധാർ പോലുള്ള ഒരു സിസ്റ്റമാണ് ഡിജി യാത്ര എന്ന് പറയും. ലോക സൈബർ ക്രൈം സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 10. 1ാം സ്ഥാനം ആർക്ക്? റഷ്യയ്ക്കാണ്. പ്ലാസ്റ്റിക് മലിനീകരണത്തിന്റെ വിപത്തിനെ ചെറുക്കുന്നതിനായി വെള്ളത്തിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനായി ഹൈഡ്രോജൽ ഉണ്ടാക്കിയത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് ചൈന സാങ്നാൻ എന്ന പേര് നൽകിയത്? അരുണാചൽ പ്രദേശിനെ. ലഡാക്കിനെ സംരക്ഷിക്കണമെന്നും സംസ്ഥാന പദവി അനുവദിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ച് നിരാഹാരം അനുഷ്ഠിച്ച സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകനാണ് സോനം വാങ്ചുക് എന്ന് പറയുന്നത്. സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചുള്ള ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് അഗ്നിബാൺ ആണ് ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ്. എന്ത്? സെമി ക്രയോജനിക് എഞ്ചിൻ. 2024 അന്തരിച്ച ഡാനിയൽ ബാലാജി ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? തമിഴ് സിനിമ മേഖല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചിത്രം ഐറ, സംവിധാനം സാം ഭട്ടാചാര്യ. GI ടാഗ് ലഭിച്ച കുത്തിയാഗഹു എന്ന് പറയുന്നത് ഒരു ഗോതമ്പിനമാണ്. അത് ഏത് സംസ്ഥാനത്താണ്? ചോദ്യം. ഉത്തർപ്രദേശാണ്. ദൂരം ഗോതമ്പ് എന്നും അറിയപ്പെടുന്നുണ്ട്. 75 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ മണ്ണിൽ പിറന്ന ചീറ്റക്കുഞ്ഞിന് നൽകിയ പേര് മുഖി. ലോകത്തെ ഏറ്റവും ആദ്യമായി ഓം ആകൃതിയിലുള്ള ക്ഷേത്രം, ഓം ശിവമന്ദിർ നിലവിൽ വന്നത് പാലിയിലാണ്, രാജസ്ഥാനില്. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി IIT മുംബൈ. ഇപ്പൊ ഇത്രയും
കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരാഴ്ച ഒരു ലക്കമായിരിക്കും. ഇപ്പൊ ഈ ലക്കം തീർന്നിട്ടില്ല. ഇതിന്റെ അടുത്ത ഭാഗം അടുത്ത ആഴ്ച ഉണ്ടാവും. നിങ്ങൾ ഓരോ ആഴ്ചയും നമ്മൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരാൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ബേസിക് ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ വെറുതെ കുറെ GK-യും കറണ്ട് അഫയേഴ്സും മാത്രം ആയിരിക്കില്ല. ചിലപ്പോൾ എന്ത് ചെയ്യും, ഇതിന്റെ ഇടയ്ക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോ, ഇപ്പൊ PSC ബുള്ളറ്റ് ഇറക്കുന്ന നോട്ടിഫിക്കേഷൻസ് തുടങ്ങിയ കാര്യങ്ങൾ ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യപ്പെടും. അതിപ്പോ മസ്റ്റായിട്ടും എല്ലാവരും എല്ലാ ആഴ്ചയും വരുന്ന ഈ ഒരു സീരീസ് വാച്ച് ചെയ്യുക. അത് അടുത്ത പരീക്ഷകൾ, അതായത് ഫോഴ്സ് എക്സാം ഉണ്ട്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഉണ്ട്, സെക്രട്ടേറിയറ്റ് OA ഉണ്ട്. ഇതിനെല്ലാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത് ഗുണമുണ്ടാവും. കാരണം 2024 കറണ്ട് അഫയേഴ്സ് ആണ് ചെയ്യുന്നത്. നമുക്ക് ഉറപ്പായിട്ടും അവിടെ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും. എല്ലാവരും മിസ് ചെയ്യാതെ വീഡിയോ കാണുക. യൂട്യൂബ് ചാനൽ PSC വെണ്ടർ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലും PSC വെണ്ടർ ഞങ്ങളുടെ ടെലഗ്രാം ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസും നോട്ട്സും എല്ലാം ഇതിലെല്ലാം വരുന്നുണ്ട്. ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇന്ന് തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ കയറി ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു, ബൈ.